ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അത്രമേൽ ആ പ്രസ്ഥാനത്തെ, ആശയത്തെ, ആദർശത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം ഉണ്ടായിരുന്നിട്ട് അതിനെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയാൻ ഒരു കോയമ്പത്തൂർ യാത്രയ്ക്കും ചില ഓഫറുകൾക്കുമൊക്കെ സന്ദീപിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ ഈ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യർ പോകുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചോയ്സാണ്. എന്നാൽ ഈ അധികാരമോഹം, സ്വാർത്ഥ താല്പര്യങ്ങൾ അതൊക്കെ നമ്മളെ പിടികൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് പോകേണ്ടി വരിക. ഇങ്ങനെയുള്ള ചർച്ചകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് വെച്ചായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ ചർച്ചകളും നടത്തി നോക്കിയിട്ടുണ്ട്, എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട്. CPIM ആയാലും CPI ആയാലും ഒക്കെ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നതാണ് സന്ദീപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സന്ദീപ് വാര്യരുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് ഞാൻ കരുതുന്നില്ല. സന്ദീപിന് എവിടെയെങ്കിലും പോകണമല്ലോ, അതായത് ഈ പക്ഷികൾക്കൊക്കെ കൂടണയണമല്ലോ, പറന്നുകൊണ്ടേ ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു കൂടില്ലാതാകുമെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും VD സതീശൻ്റെയും K സുധാകരനെയും ഒക്കെ ഒപ്പം ഇരിക്കാവുന്ന ഒരു കസേര കിട്ടുമ്പോൾ കോൺഗ്രസിലേക്ക് പോയതിനെ ഞാനൊരു തെറ്റായി കാണുന്നുമില്ല. കാരണം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് സന്ദീപും ചെയ്തത്. 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 2 മുന്നണികൾക്ക് വേണ്ടി, ഒരിക്കലും യോജിക്കാത്ത 2 മുന്നണികൾക്ക് വേണ്ടി, 2 പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം നടത്താൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ്. എനിക്ക് ഈ ചാനൽ ചർച്ചകളിലൂടെ തന്നെയാണ് സന്ദീപ് വാര്യരെ പരിചയം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഇപ്പോൾ തള്ളിപ്പറയുന്ന പ്രസ്ഥാനം, സംഘപരിവാർ പ്രസ്ഥാനങ്ങളായാലും BJP ആയാലും അതൊക്കെ സന്ദീപിൻ്റെ കൂടെ എക്കാലവും നിന്നതാണ് എന്നത് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു കോയമ്പത്തൂർ യാത്ര കൊണ്ടൊക്കെ സന്ദീപ് മറന്നു. അതിനു മുന്നിൽ സന്ദീപിന് കിട്ടിയ ഓഫറുകൾ എന്തൊക്കെയായാലും അംബീഷ്യസ് ആയ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിൽ സന്ദീപ് അതിനെ സ്വീകരിക്കുന്നതിനെ ഞാൻ തെറ്റ് പറയുന്നില്ല. ഒരു കാര്യം ഞാൻ എന്തായാലും ഓർമ്മിപ്പിക്കാം. 2022 ഡിസംബർ 24 സന്ദീപ് വാര്യർ പറഞ്ഞത് ഡൽഹിയിലെ മാർക്കറ്റുകളിൽ കട നടത്തിയിരുന്ന സർദാർമാരെ തെരഞ്ഞുപിടിച്ച് കൂട്ടക്കുരുതി നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞ് സിഖ് കൂട്ടക്കൊലയെ ന്യായീകരിച്ച അപ്പന്റെ മോനാണ് രാഹുൽ ഗാന്ധി. നാട്ടിലെ പെരുങ്കള്ളൻ സാന്റാക്ലോസിന്റെ മുഖം മൂടിയിട്ട് കരോൾ പാർട്ടി നടത്തുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. ഈ ഭാരത് ജോഡോ യാത്ര അത് രാജ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 2 തവണ രാഹുൽ ഗാന്ധി നടത്തിയതിനെ നമ്മളൊക്കെ അംഗീകരിക്കുകയും രാഹുൽ ഗാന്ധി കൂടുതൽ ആളുകളിലേക്ക്, മനുഷ്യരിലേക്ക് പടരാൻ അതിനെ ഉപയോഗിച്ചു എന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ എതിരാളിയായി രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് പറയുന്നതിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ അച്ഛനെ അടക്കം പറഞ്ഞ ഒരു സന്ദീപ് വാര്യരാണ് ഇന്നിപ്പോൾ വന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറുന്നു എന്ന് പറയുന്നു. സ്നേഹത്തിൻ്റെ കടയിലേക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തുന്നത് സ്നേഹത്തിൻ്റെ കടയല്ല എന്ന ഒരു അഭിപ്രായമോ എനിക്കില്ല. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, താങ്കളെക്കുറിച്ച് ഏറ്റവും മോശമായി സംസാരിച്ച ഒരാളാണ് ആ കടയിൽ ഇപ്പോൾ താങ്കളുടെ കൗണ്ടറിൽ കടന്നിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ ഒരിക്കൽ തിരിച്ചറിയുന്ന സാഹചര്യം വരും. മറ്റൊരു കാര്യം CAA കുറിച്ചാണ്. കേരളത്തിലും നടപ്പാക്കുമെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അതിന് സന്ദീപ് വാര്യർ പറഞ്ഞത് ആകാശത്തിന് കീഴിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. ഗാന്ധി വധത്തെ പോലും എങ്ങനെയാണ് സന്ദീപ് വാര്യർ അവതരിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇതൊന്നും BJP സന്ദീപ് വാര്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല, സന്ദീപ് വാര്യർ തന്നെ അന്ന് പറഞ്ഞു പോയതാണ്. നമ്മൾ മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അല്പമെങ്കിലും നമ്മളതിനെ വാല്യൂ ചെയ്തുകൊണ്ട് വേണം പറയാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വാല്യൂ തനിക്കുണ്ട് എന്ന് ഇതുവരെ പ്രൂവ് ചെയ്യാത്ത ഒരു സന്ദീപ് വാര്യർ പൊടുന്നനെ പാലക്കാട്ടെ ന്യൂനപക്ഷങ്ങൾക്കടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായി മാറുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്.